നമ്മളെ അള്ളാഹു താല പരിഗണിക്കുന്നില്ല എന്ന് നമുക്ക് തോന്നുന്നുവെങ്കിൽ നാം അള്ളാഹുവിൽ നിന്ന് മനസ്സുകൊണ്ട് അകലം നിൽക്കുന്നവനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു സിഹറും ഒരു ചികിത്സാരി അല്ല ബാത്തിലാക്കുന്നത്, ആ സിഹർ ബാധിച്ചവൻ്റെ മനസ്സാണ്. ഒരു രോഗവും ഡോക്ടറല്ല ചികിത്സിക്കുന്നത്, ആ രോഗം ബാധിച്ചവൻ്റെ മനസ്സും ഇലാഹുമായുള്ള ബന്ധവുമാണ്. ഒരു പ്രയാസവും നാട്ടുകാരല്ല പരിഹരിക്കുന്നത്, പകരം ആ അകപ്പെട്ടവൻ്റെ മനസ്സ് അള്ളാഹുമായുള്ള ബന്ധമാണ്. ഇതൊക്കെ ആലോചിക്കണം, ഇതൊക്കെ വിശ്വസിക്കണം, ഇതൊക്കെ ഉറപ്പിക്കണം. ഈ കാര്യങ്ങൾ നമ്മെ സംബന്ധിച്ചിടത്തോളം മർമ്മപ്പെട്ട കാര്യങ്ങളാണ്. നീ, ഞാൻ, പണ്ഡിതൻ, പാമരൻ, ഇങ്ങനെ ഒരു വ്യത്യാസവുമില്ല. പണ്ഡിതൻ, പാമരൻ, നീ, ഞാൻ, സാധാരണക്കാരൻ, അസാധാരണക്കാരൻ എന്നൊരു വ്യത്യാസവും ഇലാഹുമായുള്ള ബന്ധത്തിലില്ല. എന്തുകൊണ്ട്? അവനൊക്കെ അങ്ങനെയായത്. ഒരാൾ പണ്ഡിതനായിട്ടുണ്ടെങ്കിൽ വിജ്ഞാനമല്ലേ, അത് അള്ളാഹുവിൻ്റെ അത്വാ ആണ്. ഒരാൾ പണക്കാരനായിട്ടുണ്ടെങ്കിൽ അതും അള്ളാഹുവിൻ്റെ അത്വാ ആണ്. ചിന്തിക്കണം, മനസ്സിലായില്ലേ? ഒരു പണ്ഡിതന്റെ കയ്യിൽ ഒന്നുമില്ല, ഉള്ളത് അള്ളാഹുവിൻ്റെതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ വ്യക്തിക്ക് കൊടുക്കാൻ ഇച്ഛിച്ചപ്പോൾ മാത്രമാണ് അയാൾ പണ്ഡിതനായത്, ഇല്ലെങ്കിൽ അയാൾ പണ്ഡിതനാവില്ല. ഈ വ്യക്തിക്ക് അള്ളാഹു കൊടുക്കാൻ ഇച്ഛിച്ചപ്പോൾ മാത്രമാണ് ഇയാൾ ധനാഢ്യനായത്, ഇല്ലെങ്കിൽ ആവില്ല. അധ്വാനം കൊണ്ട് ധനാഢ്യനാവില്ല. ധനാഢ്യനാകുന്നത് ഖദർ കൊണ്ടാണ്, ആലിമാകുന്നതും ഖദർ കൊണ്ടാണ്, ആരോഗ്യവാനാകുന്നതും ഖദർ കൊണ്ടാണ്. എന്തൊരു അത്വാ, സമ്മാനം നൽകൽ, ലഭിക്കൽ അള്ളാഹുവിൽ നിന്നുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുവിന്റെ ഖദർ മശീഅത്താണ്, അല്ലാതെ ഒന്നുമല്ല. അപ്പോൾ ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായ ചില യാഥാർത്ഥ്യങ്ങളെ ചിന്തിക്കണം. എന്താണ് നാം മനസ്സിലാക്കേണ്ടത്? ഇങ്ങോട്ട് നോക്കി കയറിയിരിക്കുക. നമ്മൾ ഇവിടെ ചില അടിസ്ഥാന സത്യങ്ങളെ നമ്മൾ ചിന്തിക്കണം. നിങ്ങൾ, ഞാൻ അള്ളാഹുവിൽ നിന്ന് അകലമല്ല. ഈ സ്റ്റേജിന്റെ മുകളിൽ ഇരിക്കുന്ന ഞാനും നിങ്ങളും തമ്മിൽ അള്ളാഹുവിൽ നിന്ന് ആരാണ് അടുത്തവൻ അകന്നവൻ എന്നത് നമ്മുടെ മനസ്സ് അള്ളാഹുമായി ബന്ധപ്പെടുന്ന അവസ്ഥയിലാണ് ഉണ്ടാവുക. മനസ്സിലാവുകൊണ്ട് പറഞ്ഞത് ഇത് ചിന്തിക്കണം. ഇതാണ് നമുക്ക് കിട്ടേണ്ട വിജ്ഞാനത്തിന്റെ മർമ്മപ്പെട്ട ഒരു വിജ്ഞാനം. അള്ളാഹുവിന് അവന്റെ അടിമ അകലെയല്ല. അടിമ അകലമാകുമോ ഇല്ലേന്ന് അടിമക്ക് തീരുമാനിക്കാം. وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ وَنَحْنُ أَقْرَبُ إِلَيْهِ مِنْ حَبْلِ الْوَرِيدِ കണ്ട നാടിയേക്കാൾ നാം അവനോട് അടുത്തു നിൽക്കുന്നവനാണ്. അള്ളാഹു നമ്മിൽ നിന്ന് അകലമല്ല. ഇനി നാം അള്ളാഹുവിൽ നിന്ന് അകലെയാണോ അല്ലേ എന്ന് നോക്കിയാൽ മതി. ഒന്നുകൂടെ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു സിഹറും ഒരു ചികിത്സാരിക്കും ബാത്തിലാക്കാൻ കഴിയില്ല. ബാത്തിലാകുന്നത് ബാധിച്ചവന്റെ മനസ്സും അള്ളാഹു തമ്മിലുള്ള ബന്ധമാണ്. അതാണ് എന്തുകൊണ്ട്? അത് അള്ളാഹുവിന്റെ മശീഅത്താണ്, അവന്റെ തീരുമാനമാണ്. അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ടല്ലാതെ ഒരു രോഗം ശിഫയാകൂല. അള്ളാഹുവിന്റെ തീരുമാനമില്ലാതെ ഒരാൾക്ക് വീട് ലഭിക്കില്ല. വീട് കിട്ടി, ഒരാൾക്ക് വീട് വന്നു. അപ്പോൾ എവിടുന്നൊരു വീട് കിട്ടാമെന്ന് അയാൾ ആഗ്രഹിച്ചു. ഈ മനുഷ്യന് വീട് ലഭിക്കാനുള്ള മാർഗം എന്താ? അയാൾ സാഹചര്യങ്ങളെ അയാൾ അവലംബിക്കണം എന്നത് ശരിയാ, പക്ഷെ അയാൾ അവലംബിച്ചത് കൊണ്ട് പ്രശ്നം പരിഹരിക്കില്ല. പരിഹരിക്കണമെങ്കിൽ അള്ളാഹുവിന്റെ മശീഅത്ത് വരണം, അപ്പോൾ ഇതിന് വഴി തുറക്കും. ഇനി എന്ത് വേണം? അള്ളാഹു ഇയാൾ തമ്മിൽ ബന്ധപ്പെടണം. മർജിദിനെ പേടിക്കുക എന്ന് പറഞ്ഞിട്ടില്ല, മർജിദന്റെ പ്രാർത്ഥനയെ പേടിക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. തിരിഞ്ഞില്ല. മർജിദൻ വേറെ, മർജിദന്റെ പ്രാർത്ഥന വേറെ. നിങ്ങൾ മർജിദന്റെ പ്രാർത്ഥനയെ പേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ല? നിങ്ങൾ മർജിദിനെ പേടിക്കണം എന്നല്ല പറഞ്ഞു, മർജിദന്റെ പ്രാർത്ഥനയെ പേടിക്കണം. ലൈസ ബൈനഹു വ ബൈനല്ലാഹി ഹിജാബ്, അവനും അല്ലാഹുവിനും ഇടയിൽ യാതൊരു മറയും ഇല്ല. എപ്പോൾ അവൻ പ്രാർത്ഥിക്കുകയിൽ, പ്രാർത്ഥിച്ചില്ലെങ്കിലോ പരലോകത്ത് അല്ലാഹു തആല നീതി നടപ്പിലാക്കും, ഈ ലോകത്തോ നീതി കിട്ടിക്കോളണം ഉണ്ടാവില്ല. പ്രാർത്ഥന അല്ലാഹും അയാളും തമ്മിലുള്ള ബന്ധമാണ്. മനസ്സിലായോ? നിനക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? മർജിദിനെ പേടിക്കേണ്ടത് പരലോകത്താണ്, പക്ഷേ മർജിദിന്റെ പ്രാർത്ഥന ഈ ലോകത്തിന് പേടിക്കണം. മനസ്സിലായില്ല? ഒരാളെ മർദ്ദിച്ചു എന്ന് സങ്കല്പിക്കൂ. ഇയാൾക്ക് ഇനി ആ മർദ്ദിതന് നീതി കിട്ടും. എവിടെ കിട്ടും? ലോകത്ത് കിട്ടും. പക്ഷെ ഇവിടെ തന്നെ പ്രശ്നം ഉണ്ടാവും അയാൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ. പ്രാർത്ഥന അയാളും അള്ളാഹു തമ്മിലുള്ള എന്താണ്?
നീതി പരലോകത്ത് നടപ്പിലാക്കും. മനസ്സിലായില്ല? നിങ്ങൾക്ക് മനസ്സിലായില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായി. മർദ്ദിതനെ പേടിക്കുക എന്നല്ല, മർദ്ദിതന്റെ പ്രാർത്ഥനയെ പേടിക്കുക. പ്രാർത്ഥന എന്നല്ല എന്താ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഉടമക്കാരനും അടിമയും തമ്മിലുള്ള അടുപ്പാണ് പ്രാർത്ഥന. എനിക്ക് നീ അല്ലാതെ ഇല്ല എന്ന് മർദ്ദിതന്റെ മനസ്സ്, പ്രാർത്ഥിക്കുന്നവന്റെ മനസ്സ് ഉടമക്കാരിലേക്ക് ഉയരലാണ് പ്രാർത്ഥന. അതാ പ്രാർത്ഥന. എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സിലായില്ലേ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ എന്താ? പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവന്റെ മനസ്സ് അടുക്കലാണ്. ആരോട്? ഉടമക്കാരനോട് അടുക്കൽ. അതാ പ്രാർത്ഥന. അതന്നെ പ്രാർത്ഥന. وإذا سألك عبادي عني فإني قريب أجيب دعوة الداعي إذا دعان. അവൻ എന്നോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഞാൻ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഉജീബു, ഞാൻ ഉത്തരം നൽകും. ദഅവത്ത് ദാഇ, പ്രാർത്ഥിക്കുന്നവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും. ഇദാ ദഅനി, അവൻ എന്നോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ. മനസ്സിലായോ പറഞ്ഞത്? ഒരു മർദ്ദിക്കപ്പെട്ടവന് നീതി കിട്ടണ്ടേ? കിട്ടും. അതെവിടെ കിട്ടും? പരലോകത്ത് കിട്ടും. ഇവിടെയോ കിട്ടാതെയിരിക്കും. പക്ഷേ അവന്റെ പ്രാർത്ഥനയോ നീതി അടുപ്പിക്കും. ഈ ലോകത്തും കിട്ടും, പരലോകത്ത് വേറെയും കിട്ടും. ഈ ലോകത്ത് നമുക്ക് ചെയ്യാവുന്നൊരു പണിയുള്ളത് പ്രാർത്ഥനയാണ്. അതിന് പരിധിയില്ല. നിസ്കാരത്തിന് പരിധിയുണ്ട്, പ്രാർത്ഥനയ്ക്ക് പരിധിയില്ല. മനസ്സിലായോ? പ്രാർത്ഥനയുടെ പ്രത്യക്ഷങ്ങൾക്ക് ചിലപ്പോൾ ഒരു പരിധി നിശ്ചയിക്കാം. ഒന്ന് മെല്ലെ പ്രാർത്ഥിക്ക്, അങ്ങനെയൊക്കെ പറയാം. പക്ഷെ പ്രാർത്ഥന എന്ന അടിസ്ഥാനത്തിന് ഒരിക്കലും പരിധിയില്ല. ജീവിതം എന്നാൽ പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? ജീവിതം എന്നാൽ അതെന്താണ്? പ്രാർത്ഥനയാണ്. ജീവിതം പ്രാർത്ഥനയാണ്. ജീവിതം മുഴുവൻ പ്രാർത്ഥന. ഇപ്പൊ നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്ന ഈ ആളുകൾ ഓരോ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നം കാരണം വെള്ളിയാഴ്ച രാവിലെ ഇവിടെ വരുന്ന ആളുകളുണ്ട്. പാലക്കാട് നിന്ന് വരും. ചിലര് കണ്ണൂർ നിന്ന് വരും. ചിലർ എറണാകുളത്ത് നിന്ന് വരുന്ന ആളുകളുണ്ട്. എറണാകുളത്ത് നിന്ന് വരാറുണ്ട്. എന്താ കാരണം അവർ ഈ മജ്‌ലിസിൽ വരണം. സന്തോഷം, നല്ല കാര്യം. ഇതൊരു ദാറുൽ ഖുർആൻ എന്നൊരു പ്രധാനപ്പെട്ട ഒരു മജ്‌ലിസാണ്. പ്രത്യേകിച്ച് അള്ളാഹുവിന് വേണ്ടി കെട്ടിയുണ്ടാക്കുന്ന ഒരു മജ്‌ലിസാണ്. അപ്പോൾ അതിനൊരു ഉത്തരം കിട്ടും എന്ന് തന്നെ പ്രതീക്ഷ. അള്ളാഹു ഉത്തരം തരട്ടെ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുകയും ഈ മനസ്സ്, ഈ വരുന്ന മനുഷ്യൻ്റെ മനസ്സുണ്ടല്ലോ, ആ മനസ്സിൽ തന്നെ ഉത്തരത്തിൻ്റെ ഒന്നാം ഭാഗം ഉണ്ടാവും. എന്തേ? എനിക്ക് ഉത്തരം കിട്ടിയേ മതിയാകൂ. ഉത്തരം തരുന്നവനാരാ? അള്ളാഹുവിനെ പറ്റി കേൾക്കാൻ പോവുക രാവിലെ. എന്നിട്ട് ചെറിയൊരു പ്രാർത്ഥന നടത്തും. അപ്പോൾ ഇത് ഉത്തരം ഉണ്ടാകുമെന്ന് അയാൾ വിശ്വസിക്കുന്നു. ഉത്തരം ഉണ്ടാവാറുണ്ട്. അള്ളാഹു നമുക്ക് ഉത്തരം തരട്ടെ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. പല ജാതി പ്രശ്നങ്ങളുള്ളവർ വരാറുണ്ട്, പല പ്രശ്നങ്ങളുള്ളവരുണ്ടാവും. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കേണ്ടതാണ്. ആരാ പരിഹരിക്കുക? അല്ലാഹു തന്നെ. അമ്മ യുജീബുൽ മുത്തറ ഇദാ ദാ. ബുദ്ധിമുട്ടിയവന് പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുക്കുന്നവനാരാണ്? ആരാണ്? അല്ലാഹ്. അമ്മ യുജീബുൽ മുത്തറ ഇദാ ദാ. അവൻ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുക്കുന്നവൻ ആര്? പ്രാർത്ഥിക്കണം. പ്രാർത്ഥന ഇല്ലാത്തൊരു ജീവിതമില്ല. പ്രാർത്ഥന ഉള്ളവന് കാലിടറൂല, ഒരിക്കലും കാലിടറൂല. എപ്പോഴാ പ്രാർത്ഥിക്കണം? എപ്പോഴും. ജീവിതം പ്രാർത്ഥനയാണ്. മനസ്സിലായില്ലേ? ജീവിതം മുഴുവൻ പ്രാർത്ഥനയാണ്. ചിലപ്പോൾ അപ്പോൾ ഉത്തരം തരില്ല, പക്ഷെ പിന്നീട് എല്ലാത്തിനും. മാസം കഴിഞ്ഞു, ശമ്പളത്തിന് പോയി MD യുടെ മുന്നിൽ നിന്നു, കിട്ടിയില്ല. പിറ്റേറ്റ മാസം MD യുടെ മുന്നിൽ പോയി നിന്നു, കിട്ടിയില്ല. പക്ഷെ ശമ്പളം തരുന്ന കമ്പനിയാണെന്ന് ഇവർക്ക് ഉറപ്പുണ്ട്. അങ്ങനെ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഒപ്പിച്ച് അങ്ങനെ കഴിഞ്ഞ്. മനസ്സിലായോ? അങ്ങനെ ഒപ്പിച്ച് കുറച്ച് കഷ്ടപ്പെട്ടു. മനസ്സിലായില്ലേ? ചിന്തിക്കുക. അങ്ങനെ ഒപ്പിച്ചു. അടുത്ത മാസം കിട്ടിയില്ല, പിറ്റത്തെ മാസം കിട്ടിയില്ല. അങ്ങനെ ഒപ്പിച്ചു. ലേശമൊക്കെ അവിടെ നിന്ന് കുടുംബം സഹായിച്ചു. പിന്നെ ഉള്ളതുകൊണ്ടൊക്കെ ഒന്ന് ഒതുക്കി. കല്യാണം സൽക്കാരമൊക്കെ ഒന്ന് ചെറുതാക്കി. സൽക്കാരത്തിന് പോക്കൊക്കെ ഒന്ന് നാമമാത്രമാക്കി. ഭാര്യയും ഭർത്താവും കൂടി അടിച്ചൊളിച്ച് പോകുന്നതിന് പകരം ഒരാൾ ഒന്ന് ഇനിഷ്യലി പോയി വന്നു, ഒക്കെ ഒന്ന് ചെറുതായി. രണ്ടുപേരും മുഴുവനും സൽക്കാരം കൂട്ടുന്നതിന് ലേശം ഒന്ന് കുറച്ചു. അങ്ങനെ ഒപ്പിച്ചു. 4 മാസം കഴിഞ്ഞു, 5 മാസം കഴിഞ്ഞു, 6 മാസം കഴിഞ്ഞു, 8 മാസം കഴിഞ്ഞു.
അങ്ങനെ അങ്ങനെ പൊട്ടാവുന്ന അവസ്ഥ അത്രയും. അപ്പോൾ ശമ്പളം കിട്ടി. കമ്പനിയിൽ നിന്ന് ശമ്പളം അങ്ങോട്ട് കിട്ടി. എത്ര കിട്ടിയപ്പോൾ എത്രയാണ് ഉള്ളത്? 3 ലക്ഷം രൂപ ഉണ്ട്, 5 ലക്ഷം രൂപ ഉണ്ട്. കഷ്ടിച്ചരിഷ്ടിച്ച് ജീവിച്ചതുകൊണ്ട് വല്ലാതെ കടമൊന്നും ആർക്കും കൊടുക്കാനൊന്നും ഇല്ല. പക്ഷെ ഒരു 5 ലക്ഷം രൂപ ഇട്ട് മോളെ കെട്ടിക്കാനായിട്ടുണ്ട്. മുകൾ ഭാഗത്തേക്ക് ഒരു മുറി എടുക്കണം. അതിന് എവിടുന്നാ പൈസ ഇട്ടാൻ ആലോചിച്ചിരിക്കുന്നു. അപ്പോഴാണ് 5 ലക്ഷം രൂപ കിട്ടിയത്. ഇത് തിരിച്ചു കൊടുക്കണ്ട, അവൻ അധ്വാനിച്ച പൈസ. ഈ കാലത്തിനുള്ളിൽ ഈ ഒരു പ്രശ്നം ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവന് ഇതിന് കരുതി വെക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? എന്നും ആർക്കും പഠിച്ചോനെ എൻ്റെ മോളെ കെട്ടിക്കാനായിട്ടുണ്ട്, പുതിയാപ്പിള വരണമെങ്കിൽ ആദ്യം വീട്ടിൽ മുറി വേണ്ടേ, മര്യാദയ്ക്കൊരു മുറിയില്ലല്ലോ പഠിച്ചോനെ, എന്താ ചെയ്യാ? എന്നും ദ്വാ ചെയ്യും. അപ്പോഴാണ് എൻ്റെ അല്ലോ 5 ലക്ഷം രൂപ ഒന്നിച്ചു വന്നു. ഇതിനെന്തൊക്കെ ഉണ്ടായത്? ഒന്ന് മുറിയെടുക്കാനായി. പിന്നെയോ ആവശ്യങ്ങൾക്ക് വേണ്ടി മിച്ചം വെക്കാൻ പഠിച്ചു. ചിലപ്പോൾ MD-യോട് ഓന ഇങ്ങനെ പറയും, എനിക്ക് ഈ മാസം ശമ്പളം വേണ്ട, എനിക്ക് അടുത്ത മാസം കൂട്ടി തന്നാൽ മതി, 1 ലക്ഷം എനിക്കൊരു ആവശ്യമുണ്ട്. ഇങ്ങനെ പറയാൻ പഠിച്ചു. മനസ്സിലായില്ലേ? മാസം 50,000 രൂപ ശമ്പളം കിട്ടിയിരുന്ന കാലത്ത് ഇയാൾക്ക് 20-25 തീയതി ആയി കഴിഞ്ഞാൽ പൈസ ഇല്ല. 28-29 ശമ്പളം വരാൻ കാത്തിരിക്കും. ഇപ്പോഴോ ഇയാൾ 60 ദിവസം 70 ദിവസം 90 ദിവസം ഒക്കെ ശമ്പളം ഇല്ലാതെയും കഴിഞ്ഞുകൂടാൻ പഠിച്ചു. അപ്പോൾ പഠനമായി, പൈസയായി, മുറിയായി, മിച്ചം വെക്കാൻ പഠിക്കലായി, മോളെ കെട്ടിക്കാൻ സന്തോഷമായി. നീ പുതിയാപ്പിള വരേണ്ടതുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായത്? നേരെ നോക്കൂ നിങ്ങൾ, ഓരോ മാസത്തെ ശമ്പളം മുടങ്ങിയപ്പോഴും അള്ളാഹിനോട് ദുആ ചെയ്തിരുന്നു, പഠിച്ചോനെ ശമ്പളം കിട്ടിയിട്ടില്ല, പഠിച്ചോനെ ശമ്പളം കിട്ടിയിട്ടില്ല, റബ്ബേ ശമ്പളം കിട്ടിയില്ല. ശമ്പളം കിട്ടിയതോ ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ചിന്തിക്ക്. ഇപ്പൊ ഇവിടെ എത്ര വലിയ നേട്ടാണ്, എന്തൊക്കെ പേർ പഠിച്ചു. വൈകുന്നേരം ഭാര്യയും ഭർത്താവും കൂടി ഒന്ന് പുറത്തിറങ്ങും. എന്നിട്ട് അങ്ങാടി പോയി, ഒന്ന് കടപ്പുറത്തൊക്കെ പോയി, ഒന്ന് ബീച്ചിൽ പോയി, അവിടെ ഇവിടെയൊക്കെ ഒന്ന് പോയിട്ട് എന്ത് ചെയ്യും? പിന്നെ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കും. അപ്പോൾ 2,000 രൂപ അങ്ങനെ തീരും. അത് ഇടക്കിടക്ക് ചെയ്യും. ചുരുക്കത്തിൽ 50,000 രൂപ പക്ഷേ കിട്ടുന്ന IT ഓഫീസറാണ് ഇയാൾ. 20-25 തീയതി ആകുമ്പോൾ പൈസ ഇല്ല. എന്നിട്ട് എന്താണ് സുഖമില്ലാതെ ഈ ഫാസ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് രാവിലെ കക്കൂസിൽ 1/2-3 മണിക്കൂർ ഇരിക്കണം. എന്നിട്ട് മലം പോകുന്നില്ല. അങ്ങനെയൊക്കെ ആയി ബുദ്ധിമുട്ടി ഈ ഫാസ്റ്റ് ഫുഡ്. ഇപ്പോൾ ഫാസ്റ്റ് ഫുഡ് ഇല്ല. ഇപ്പോൾ കിണറിൻ്റെ പക്കത്ത് മുരിങ്ങൻ്റെ കൊമ്പ് കുത്തിയിട്ടുണ്ട്. ആ മുരിങ്ങൻ്റെ ഇല ആണ് മിക്കവാറും ഒക്കെ. മുരിങ്ങൻ്റെ ഇല താളിച്ചതും ഒരു ലേശം ചപ്പാത്തിയോ മറ്റോ ചോറോ ഒക്കെ കഴിക്കും. അതുകൊണ്ട് എന്തുണ്ടായി? വയറ്റ് നോക്കാൻ ബുദ്ധിമുട്ടില്ല. അതിൻ്റെ പേരിൽ ഗുളിക കുടിക്കേണ്ടി വന്നില്ല. സുന്നമക്കി നിങ്ങളിൻ്റെ കൂടെ ഉണ്ട്, സുന്നമക്കി കുടിക്കേണ്ടി വന്നില്ല. ആരോഗ്യം കൂടി. എന്തുകൊണ്ടെന്നാൽ മുരിങ്ങൻ്റെ ഇല എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓജസ് ഉണ്ടാക്കുന്ന സാധനമാണ്. അതൊക്കെ അയാൾ കഴിച്ചു. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നില്ല. അപ്പോൾ ആരോഗ്യക്ഷയം ഇല്ല. വൈകുന്നേരമായ ഭാര്യയും ഭർത്താവും 2 കൂടെ ഉമ്മറത്തേക്ക് കസേര വലിച്ചിട്ട് സിറ്റൗട്ടിലെ ലൈറ്റാണ് ഓഫാക്കും. പിന്നെ അവർ അങ്ങനെ പുറത്തൊക്കെ കാണുന്നല്ലാതെ ഇവർ 2 ആരും കാണൂല. ഇവരങ്ങനെ വർത്താനം പറയും. ബീച്ചിൽ പോകുന്ന വർത്താനം ഇവിടെ നടക്കും. എന്തുകൊണ്ട്? പൈസ ഇല്ല, ശമ്പളം കിട്ടിയില്ല. അപ്പോൾ വീട് തന്നെ ഇപ്പോൾ സ്വർഗം പോലെ ആക്കാം എന്നും അയാൾ പഠിച്ചു. മനസ്സിലായില്ലേ? അതിൻ്റെ പേരിൽ പ്രശ്നമൊന്നുമില്ല. അതിൻ്റെ പേരിൽ ബീച്ചിലൂടെ വണ്ടി ഓടിച്ച് വണ്ടി വേറൊരു വണ്ടിക്ക് കുത്തിയിട്ട് ഒരു 15,000 25,000 അങ്ങനെ ചിലവ് അതും ഉണ്ടായില്ല. ഒക്കെ ക്ലിയർ. മിച്ചം വെക്കാനും പഠിച്ചു, പൈസ ഉണ്ടാക്കാനും പഠിച്ചു, കുടുംബം പോറ്റാനും പഠിച്ചു, എല്ലാം പഠിച്ചു. എൻ്റെ 10 മാസം ദുആക്ക് ഉത്തരം കിട്ടിയില്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാ? നോക്കൂ നിങ്ങളെ, ഇവിടെ അള്ളാഹുവിനെ മനസ്സിലാക്കണം. അള്ളാഹു നിനക്ക് കരുണ ചെയ്തതാണ്. നീ ഒരു വല്ലാത്ത ദുആ ചെയ്തിട്ടുണ്ട്. നീയും ഭാര്യയും ഭർത്താവും കൂടി എൻ്റെ പ്രശ്നം കുട്ടിനെ കെട്ടിക്കാനായിട്ടുണ്ട്. പോരെ എന്താ ചെയ്യേണ്ടത് അറിയൂല. ഞങ്ങളെ കയ്യിൽ പൈസ ബാക്കിയാകുന്നില്ല. അപ്പോഴാണ് എൻ്റെ കമ്പനിക്ക് ചെറിയൊരു ക്ഷീണം വന്നു. പഴയ പ്രൊജക്റ്റ് കഴിഞ്ഞിട്ട് പുതിയ പ്രൊജക്റ്റ് ആകുമ്പോഴത്തിന് അതിനുള്ള ഒരു സൈൻ ചെയ്യലും അതിൻ്റെതും ഒക്കെ അതിൻ്റെ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് 5-6 മാസമായി. അപ്പോഴത്തേന് കമ്പനിയുടെ പൈസ മുടങ്ങി. അപ്പോൾ കമ്പനി 10 മാസത്തെ ശമ്പളം പെൻഡിങ് ആയി. അപ്പോൾ അവിടുന്ന് പേയ്മെൻറ്റ് കിട്ടി. 10 മാസം കഴിയുമ്പോൾ ഇവർക്ക് ശമ്പളം കൊടുത്തു. കമ്പനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇവർക്ക് വലിയൊരു കാര്യം കിട്ടി. ഇനി നിങ്ങളെ മനസ്സിലാവേണ്ട പറഞ്ഞത്. അപ്പം നമ്മൾ ചോദിക്കുന്നതിന് അപ്പോൾ ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും അതിൻ്റെ പിന്നിൽ വലിയൊരു നേട്ടം നമുക്ക് കാത്തിരിക്കുന്നുണ്ടാവും. മനസ്സിലായില്ലേ? ഒരിക്കലും പ്രാർത്ഥന മുടക്കരുത്. പ്രാർത്ഥന പോലെ ഒരു സംഗതി ഇല്ല. പ്രാർത്ഥിക്കുന്നവനെ തകർക്കാൻ ഈ ലോകത്തിന് കഴിയില്ല. അവൻ തകരൂല. അള്ളാഹ്ക്ക് ഞാൻ പ്രധാനപ്പെട്ട ആളാ, നീ പ്രധാനപ്പെട്ട ആളാ, നീ പ്രധാനപ്പെട്ട ആളാ. ആര് പ്രധാനപ്പെട്ട ആളാണ്? അള്ളാഹുവിന് മുസ്ലിം പ്രധാനപ്പെട്ട ആളാണ്, ഹിന്ദു പ്രധാനപ്പെട്ട ആളാണ്, ക്രിസ്ത്യാനി പ്രധാനപ്പെട്ട ആളാണ്. എല്ലാം എന്തുകൊണ്ട്? അവരൊക്കെ അള്ളാഹിന്റെ സൃഷ്ടികളാണ്.
അള്ളാഹ്ക്ക് പ്രധാനപ്പെടാത്ത ഒരു സാധനം ഈ ലോകത്തില്ല. മനസ്സിലാളെ എല്ലാം പ്രധാനപ്പെട്ടതാണ്, എല്ലാം പ്രധാനപ്പെട്ടത്. അല്ലാതെ എന്താണ്? മനസ്സിലായില്ലേ? ചിന്തിക്കണം. എന്തും ഇപ്പൊ എന്റെ മുന്നിൽ ഒരു മേശയുണ്ട്. ആ മേശക്ക് ഒരു സ്ക്രൂ ഉണ്ടാവും. ആ സ്ക്രൂ മേശ പോലെ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ട്? ആ സ്ക്രൂ ഇല്ലെങ്കിൽ ഒരാളിത് എടുക്കുന്നതോട് കൂടെ രണ്ട് വഴിക്കാവും ഗ്ലാസ് വീണ് പൊട്ടും. ഗ്ലാസ് വീണ് പൊട്ടിയാൽ നഷ്ടം വരും. ഈ സ്ക്രൂമിലാണ് ഇത് നിൽക്കുന്നത്. സ്ക്രൂവിന് മാർക്കറ്റിൽ 10 ഉറുപ്പ്യ ഉണ്ടാവുള്ളൂ. ഈ സാധനത്തിന് ചിലപ്പോൾ 2000-2500 ഉണ്ടാവും. സ്ക്രൂവിനുള്ളത് 10 ഉറുപ്പ്യാണ്. ആ 10 ഉറുപ്പ്യ ഉമ്മലാണ് ഈ 2500 ഉറുപ്പ്യ നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതുപോലെ പ്രധാനപ്പെട്ടതാണ് ഇതിൻ്റെ ഒരു സ്ക്രൂ. ആണോ അല്ലേ? ആണ്. മനസ്സിലായോ? എന്താണ് ഇവിടെ പ്രധാനപ്പെടാത്തത്? എന്താണ്? ഞാൻ റബ്ബിന് പ്രധാനപ്പെട്ടവനല്ലാണ് ചിന്തിച്ചാൽ അടിമ ഉടമേനകന്നു. പേടിക്കണ്ട. ആരുണ്ട്? അല്ലാഹുണ്ട്. അടിമയെ സംബന്ധിച്ചിടത്തോളം അടിമക്ക് കാലിടർച്ച സംഭവിക്കും. അവൻ അടിമയാണ്. അവനാരാ? അവന് വിവരമില്ലേ? ആരുടെ അവിടെ വിവരമുള്ളവൻ? വിവരമില്ലാത്തവനൊക്കെ ആർക്കും വിവരമില്ല. ആർക്കാണ്? അവനോ വിവരമുണ്ട്, നിങ്ങൾക്കോ വിവരം ഇല്ല. അവനോ വിവരമാണ്. അവനോ വിവരമുണ്ട്, നിങ്ങൾക്കോ വിവരമില്ല. ആരാ വിവരമുള്ളവര്? വിവരമുള്ളവരല്ല. ആരാ വിവരമുള്ളവര്? മനസ്സിലായില്ലേ? ആർക്ക് വിവരമില്ല. വിവരം അവൻ നൽകണം. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് യാതൊരു അറിവും ഇല്ല. അപ്പോൾ അറിവ് പിന്നെ തന്നവനാ ആര്? അല്ലാഹ്. വല്ലാഹു അഖ്റജകും, അല്ലാഹു നിങ്ങളെ പുറപ്പെടുവിച്ചു. മിൻ ബുതൂനി ഉമ്മഹാതികും, നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിന്ന് നിങ്ങളെ പുറപ്പെടുവിച്ചു. ലാ വഅൻതും ലാ തഅലമൂന ശൈആ, നിങ്ങൾക്കൊന്നും അറിയില്ല. മനസ്സിലായില്ലേ? വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഉമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് വയറിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് യാതൊരു അറിവും ഇല്ല. പിന്നെ അറിവ് അവൻ കനിഞ്ഞു തന്നതാണ്. അവൻ അറിവ് കനിഞ്ഞു തന്നു. കൊടുക്കേണ്ടവന് കൊടുത്തു. അവനാണ് കൊടുക്കുന്നവൻ. അവനല്ലാത്തവർക്ക് അധികാരമില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കണം. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. മനസ്സ് തുറന്നാമീൻ പറയും. അള്ളാഹു ബോധം തരട്ടെ. അപ്പോൾ അറിവ് കിട്ടിയാൽ അറിവാളൻ്റെതല്ല, അത് അള്ളാഹുവിൻ്റെ അത്വാണ്. പണം കിട്ടിയാൽ ഒന്നുമില്ല. പണം കിട്ടിയാൽ വെറും കൈയോടെ വന്നു, വെറും കൈയോടെ പോയി. ഇടയിൽ പണം കിട്ടി, അതെ അള്ളാഹുവിൻ്റെ അത്വാണ്, അള്ളാഹുവിൻ്റെ സമ്മാനമാണ്. അള്ളാഹു തന്നാൽ കിട്ടും, ഇല്ലെങ്കിൽ കിട്ടൂല. മനസ്സിലായില്ലേ? ഈ ബന്ധത്തെ നമ്മൾ എപ്പോഴും മെച്ചമാക്കി വെക്കണം. അള്ളാഹുവിന്റെ അടിമ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ പണ്ഡിതനെന്നോ പാമരനെന്നോ വ്യത്യാസമുണ്ടെന്ന് ധരിക്കുന്നത് തികഞ്ഞ മൗഢ്യമാണ്. എന്നാൽ പണ്ഡിതൻ്റെതായ ബഹുമാനമില്ലേ? ഉണ്ട്. അത് ജനം കൽപ്പിക്കേണ്ട ബഹുമാനമാണ്, അല്ലാതെ പണ്ഡിതൻ നിശ്ചയിക്കേണ്ട ബഹുമാനമല്ല. അത് ജനം നിശ്ചയിക്കുന്ന ഒരു ബഹുമാനമാണ്. ബഹുമാനിക്കണം. എന്തുകൊണ്ട്? വിജ്ഞാനം കൊണ്ടാണ് ലോകം നിലനിൽക്കുന്നത്. അപ്പോൾ ഒരു വിജ്ഞാനിയെ ബഹുമാനിക്കണം. ഒരു ധനാഢ്യന്റെ ധനം ചെലവഴിച്ചത് കൊണ്ടാണ് നാട്ടിൽ ഒരുപാട് നന്മകൾ നടക്കുന്നത്. അപ്പോൾ ആ അളവിൽ അയാൾക്കൊരു വില കൽപ്പിക്കണം, അത്രേ ഉള്ളൂ. എന്നാൽ അയാളോ അള്ളാഹുവിൻ്റെതാണ്. അയാളെ പണം ഒന്നുമില്ലെങ്കിൽ ഒന്നുമില്ല. നാം തന്നേൽപ്പിച്ചതിൽ നിന്ന് അവർ ചെലവഴിക്കും. അപ്പൊ അയാളുടേതല്ല. നാം തന്നേൽപ്പിച്ചതിൽ നിന്ന് അവർ ചെലവഴിക്കും, അവ അയാളുടേതല്ല. അങ്ങനെയല്ലേ? الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون. നാം കൊടുത്തതിൽ നിന്ന് അവർ ചെലവഴിക്കും. നാം കൊടുക്കണം, അവർക്ക് കഴിയില്ല. അല്ലാഹുവിന്റെ മുതലാണ്. ഇത് ചിന്തിക്കണം. ഞാൻ റബ്ബിൽ നിന്ന് വളരെ ദൂരെയാണ് എന്ന് ചിന്തിക്കുന്നതിനേക്കാൾ വലിയ ഒരു മൗഢ്യം ഇല്ല. ആരും അല്ലാഹുവിലേക്ക് അടുത്തവൻ തന്നെയാണ്. പക്ഷെ അടുത്തവനാണെന്ന് അവൻ മനസ്സിലാക്കണം. മനസ്സിലാക്കുന്നത് വരെ അവൻ അകന്നവനായിരിക്കും. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? മനസ്സിലായില്ലേ? ഒരാൾ ഡയമണ്ട് വാലിയിൽ എത്തിയാൽ പോരാ, ഞാൻ ഡയമണ്ട് വാലിയിലാണ് നിൽക്കുന്നത് എന്ന് അയാൾ മനസ്സിലാക്കണം. അപ്പോഴേ അയാൾക്ക് മുത്ത് വാരാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഏതോ ചതുപ്പ് നിലത്ത് നിൽക്കുമ്പോൾ അയാൾ അവിടെ നിൽക്കും. പക്ഷെ അയാൾ അവിടെ നിന്ന് പോകും. നിങ്ങളെൻ്റെ കൂടെ ഇല്ല.
ഡയമണ്ട് വാലിയിൽ എത്തിയിട്ട് കാര്യമില്ല, ഞാൻ ഡയമണ്ട് വാലിയിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തിൽ എത്തണം. ഒരാൾ ഡയമണ്ട് വാലിയിലാണ് എത്തിയത്, പക്ഷെ ഞാൻ ഡയമണ്ട് വാലിയിലാണ്, ഞാനൊരു മുത്തിന്റെ താഴ്വരയിലാണ്, ഞാൻ പവിഴത്തിന്റെയും പുഷ്യരാഗത്തിന്റെയും മാണിക്കക്കല്ലുകളുടെയും താഴ്വരയിലാണ് എന്ന ഒരു തിരിച്ചറിവ് അയാൾക്ക് ലഭിക്കാത്ത കാലത്തോളം അയാൾക്ക് എന്ത് ലാഭം? മനസ്സിലായോ നിങ്ങൾക്ക്? ഒന്നുമില്ലെങ്കിൽ 2-4 മുത്തെടുത്ത് പോക്കറ്റിലിട്ടാലും ആയുസ് കഴിയുന്നവരെ അതുകൊണ്ട് ചെലവഴിക്കുക. ചില മുത്തുകൾക്ക്, രത്നങ്ങൾക്ക് 1-2 സിയാറൊക്കെ വിലണ്ടാവും. ഒന്നും വേണ്ട, ഖിയാമത്ത് നാൾ വരെ കുടുംബത്തിന് കഴിയാനുള്ളത് മുഴുവനും ഒരു കീസിലാക്കി കൊണ്ടുപോകാം, ഡയമണ്ട് വാലിയിലായുള്ളത്. മനസ്സിലായോ? നീ ഒന്നിനും വേണ്ട, ഒരു പിടി ആ ഡയമണ്ട് വാലിയിൽ ഇങ്ങനെ എടുത്തിട്ട് പോക്കറ്റിലിട്ടാലും അയാൾക്ക് കഴിയുന്നവർ മരണം വരെ അതുകൊണ്ട് ജീവിക്കാം. പക്ഷേ അയാൾക്കിനൊരു വിവരം വേണം, ഞാനിപ്പോൾ ഉള്ളത് ഡയമണ്ട് വാലിയിലാണ്, അയാൾക്ക് വിവരം ഉണ്ടാവണം. ഇല്ലെങ്കിലോ അയാൾ അതിലങ്ങനെ നടക്കും. ചിലപ്പോൾ ഡയമണ്ട് വാലിയിലെ ഡയമണ്ടിൻ്റെ എൻ്റെ മൂർച്ച കാരണം ചിലപ്പോൾ അയാൾക്ക് ഇങ്ങനെ തോന്നും, ആരവിടെ വല്ല പൊട്ടിയ ഗ്ലാസിൻ്റെ കുപ്പിച്ചില് കൊണ്ടുപോയിട്ടത്, അത്രേ തോന്നുള്ളൂ. മനസ്സിലായില്ലേ? ഡയമണ്ട് വാലിയിൽ എത്തിയവൻ ആദ്യം വേണ്ടത് ഞാൻ ഡയമണ്ട് വാലിയിലാണ് നിൽക്കുന്നത് എന്ന ബോധമാണ്. ഈ ബോധമില്ലാത്ത കാലത്തോളം അയാൾ ഒന്നും അതിന് എടുക്കൂല. മനസ്സിലായോ? ചിന്തിക്കണം. എല്ലാവരും ഡയമണ്ട് വാലിയിലാണ്, എല്ലാവർക്കും അക്ഷയക്കനിയുള്ളൊരു പടച്ചോനുണ്ട്, ചോദിച്ച കൊടുക്കാൻ തയ്യാറുമാണ്. അമ്മ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു. മനസ്സിലായില്ലേ? പ്രാർത്ഥിച്ചാൽ ഉത്തരം കൊടുക്കുന്നവൻ ആര്? അല്ലാഹു അല്ലാതെ. യാ ഹയ്യു യാ ഖയ്യൂം യാ മൻ കുല്ലമാ നാദാഹു മുൽത്തറുൻ അജാബ ദുആഹു അൻതൽ ജലീലുൽ ഫർദു വസ്സമദു അല്ലദീ യുഅതി അല്ലദീ യദ്ഉഹു കുല്ല മുനാഹു യാ റബ്ബനാ യാ റബ്ബനാ യാ റബ്ബനാ യാ റബ്ബനാ യാ റബ്ബി യാ റബ്ബാഹു യാ ഹയ്യു യാ ഖയ്യൂം. ഹയ്യും ഖയ്യൂമുമായവനെ, എന്നെന്നും ജീവിക്കുന്നവനെ, എന്തെന്നും നിലനിർത്തുന്നവനെ. യാ ഹയ്യു യാ ഖയ്യൂം യാ മൻ കുല്ലമാ നാദാഹു മുൽത്തറുൻ. ഒരു ബുദ്ധിമുട്ടിയവൻ അവനെ വിളിച്ചാൽ അജാബ ദുആഹു, ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്തിരിക്കുന്നതാണ്. യാ ഹയ്യു യാ, മനസ്സിലാവണില്ലേ? എന്റെ കൂടെ ഒന്ന് ചൊല്ലി നോക്ക്. യാ ഹയ്യു യാ ഖയ്യൂം യാ മൻ കുല്ലമാ നാദാഹു മുൽത്തറുൻ അജാബ ദുആഹു അൻതൽ ജലീലുൽ ഫർദു വസ്സമദു അല്ലദീ യുഅതി അല്ലദീ യദ്ഉഹു കുല്ല മുനാഹു അൻതൽ ജലീൽ. ഏറെ വളർന്നവൻ നീയാണ്. അൽ ഫർദു, ഒറ്റയായവൻ നീയാണ്. എല്ലാം ചെയ്തു തരുന്ന ഒറ്റയാൻ നീയാണ്. ഒറ്റപ്പെട്ടവൻ, അത് നീയാണ്. ഒരാൾക്ക് എല്ലാം ചെയ്തു തരാൻ കഴിയുള്ളൂ, അത് നീയാണ്. അൻതൽ ജലീലുൽ ഫർദു വസ്സമദു അല്ലദീ, സമദും നീയാണ്, ജലീലും നീയാണ്, ഫർദും നീയാണ്, സമദും നീയാണ്. എന്താ സമദ് എന്ന വാക്കിന്റെ അർത്ഥം? സമദിന്റെ എന്ന വാക്കിന്റെ അർത്ഥം എല്ലാവരും അവനെ ആശ്രയിക്കും, അവൻ ഒരാളെയും ആശ്രയിക്കേണ്ട ആവശ്യം ഇല്ല. അത് സമദ്. അൻതൽ ജലീലുൽ ഫർദു വസ്സമദു അല്ലദീ യുഅതി അല്ലദീ യദ്ഉഹു, യുഅതി അവൻ നൽകും, അല്ലദീ യദ്ഉ പ്രാർത്ഥിച്ചവനെല്ലാം നൽകും. എന്ത്? കുല്ല മുനാഹു അവൻ ആഗ്രഹിച്ചതെല്ലാം. എന്താണ് ആഗ്രഹിച്ച് അവർക്ക് കൊടുക്കും. എന്തുകൊണ്ട്? അവന്റെ ഖജനാവ് ഒരിക്കലും അവസാനിക്കൂല, അവന് കടമ കണ്ടയില്ല. മനസ്സിലാവുകൊണ്ട് പറഞ്ഞു, നമ്മുടെ പ്രശ്നം നമ്മൾ പ്രാർത്ഥിക്കാത്തതാണ്, പിന്നെ പ്രാർത്ഥനയുടെ ശുറൂത്തുകൾ പാലിക്കാത്തതാണ്, പിന്നെ നമ്മുടെ കയ്യെ പൊന്തിയിട്ടുള്ളൂ, നമ്മുടെ ഹൃദയം പൊങ്ങിയില്ല എന്നുള്ളതാണ്. നമ്മുടെ കൈ പൊങ്ങി, പക്ഷെ നമ്മുടെ ഹൃദയം പൊങ്ങിയില്ല. മനസ്സിലായില്ലേ? ചിന്തിക്ക്. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു ബോധം മനസ്സറിഞ്ഞാൽ പറ, അല്ലാഹു നമുക്ക് ബോധം. മനസ്സിലാവുണ്ട് പറഞ്ഞു. അൻതൽ ജലീലുൽ ഫർദു വസ്സമദു അല്ലദീ യുഅതി അല്ലദീ യദ്ഉഹു കുല്ല മുനാഹു യാ ഹയ്യു യാ ഖയ്യൂം യാ മൻ കുല്ലമാ നാദാഹു മുൽത്തറുൻ അജാബ ദുആഹു യാ മൻ, ഒരുത്തനെ കുല്ലമാ അജാബ മുൽത്തറുൻ, ഒരു ബുദ്ധിമുട്ടിയവൻ അവനോട് ദുആ ചെയ്യുമ്പോഴെല്ലാം അജാബ ദുആഹു, ദുആക്ക് ഉത്തരം കൊടുക്കും. ബുദ്ധിമുട്ടിയവൻ
മനസ്സിലായോ? അപ്പൊ നമ്മൾ ബുദ്ധിമുട്ടണം. എന്നാ ബുദ്ധിമുട്ടില്ല, ഉണ്ട്. പക്ഷേ അള്ളാഹുവിനോട് ദുആ ചെയ്താൽ പരിഹരിക്കുമെന്ന ചിന്ത എപ്പോഴും വന്നിട്ടില്ല. ബുദ്ധിമുട്ടാത്തതിന് ഉത്തരം കൊടുക്കില്ല, കൊടുക്കും. പക്ഷെ ബുദ്ധിമുട്ടിന് ഇവിടെയാണ് സഡൻ ആക്ഷൻ ഉണ്ടാവും. അന്തൽ ജലീലുൽ ഫർദു വസ്സമദുല്ലദീ യുതില്ലദീ യദഊഹു കുല്ല മുനാഹു യാ റബ്ബനാ യാ റബ്ബനാ യാ റബ്ബനാ യാ റബ്ബനാ യാ റബ്ബു യാ റബ്ബാഹു. അല്ലാഹുയേക്കാൾ വലിയൊരു സ്നേഹിയില്ല. യാ വദൂദ്, യാ വദൂദ്, ഉത്തരം കിട്ടും. യാ വദൂദ്, യാ വദൂദ്, യാ വദൂദ്. സ്നേഹിയേ, 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 സ്നേഹിക്കുന്നവനെ, എന്നെ ഏറെ സ്നേഹിക്കുന്നവനെ, വദൂദ്, ഏറെ സ്നേഹിക്കുന്നവൻ. അവനെ പോലെ ഒരാളില്ല. ബാക്കിയുള്ളവരൊക്കെ അബ്ദുൽ വദൂദാണ്, അവൻ വദൂദാണ്. സ്നേഹിക്കുന്നവന്റെ അടിമകളാണ് നമ്മളൊക്കെ, സ്നേഹിക്കുന്നവരല്ല. സ്നേഹിക്കുന്നവൻ ആരാ? അല്ലാഹ്. വഹുവൽ ഗഫൂറുൽ വദൂദ് ദുൽ അർശിൽ മജീദ് ഫഅലുൽ ലിമാ യുരീദ് ഹൽ അതാക ഹദീതുൽ ജുനൂദ് ഫിർഔന വസമൂദ് വലില്ലദീന കഫറു ഫീ തക്ദീബ് വല്ലാഹു മിൻ വറാഇഹിം മുഹീത് ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂസ്. അവൻ അൽ ഗഫൂറു, അവൻ ഏറെ പൊറുക്കുന്നവനാണ്. അൽ വദൂദ്, ഏറെ സ്നേഹിയാണ്. ദുൽ അർശി, അവൻ അർശിന്റെ അധിപതിയാണ്. ഫഅലുൽ ലിമാ യുരീദ്, താൻ ഇച്ഛിക്കുന്നതെല്ലാം ചെയ്യാൻ കഴിവുള്ളവനാണ്. പേടിക്കണം. എന്ത് പ്രശ്നം? എന്തിന്? എന്താ പ്രശ്നം? എന്ത് പ്രശ്നം? അവൻ ഏറെ പൊറുക്കുന്നവനാണ്. അൽ വദൂദ്, അവൻ ഏറെ സ്നേഹിയാണ്. നമ്മളോ അബ്ദുൽ ഗഫൂറ. നമ്മൾ ഗഫൂറേന്ന് വിളിക്കും, ഗഫൂറല്ല, അബ്ദുൽ ഗഫൂറ. നമ്മൾ വദൂദേന്ന് വിളിക്കും, വദൂദല്ല, അബ്ദുൽ വദൂദാണ്. മനസ്സിലായില്ലേ പറഞ്ഞത്? നമ്മൾ വദൂദല്ല, നമ്മൾ പറ അബ്ദുൽ വദൂദാണ്. നമ്മൾ ഗഫൂറല്ല, നമ്മൾ അബ്ദുൽ ഗഫൂറാണ്. ചിലവർ നമ്മൾ ഗഫൂറേ വദൂദേ അങ്ങനെ വിളിക്കും. നാസിറേ, നാസിറല്ല, അബ്ദുൽ നാസിറാണ്. നമുക്ക് വദൂദാൻ കഴിയില്ല, നമുക്ക് നാസിറാകാൻ കഴിയില്ല. അവനോ അവനേറെ സ്നേഹിയ, ഭയങ്കര സ്നേഹ, അറ്റല്ലാത്ത സ്നേഹ. അവന് കടം വാങ്ങേണ്ടതില്ല. ഏതൊന്നും എന്റെ ഖജനാവിൽ നിറഞ്ഞു കിടക്കാതെയില്ല. അവനാരാണ്? മനസ്സിലായോ? ചിന്തിക്കണം. താൻ പഠിച്ച വിദ്യയെയും താൻ തന്നെ പഠിപ്പിച്ച അധ്യാപകരെയും തന്നെ പഠിപ്പിച്ച സ്ഥാപനത്തെയും ഒരു രൂപ കൊടുക്കാതെ താൻ പഠിച്ച തന്നെ ചില സ്ഥാപനങ്ങൾ പഠിപ്പിച്ചു. ആ പഠിച്ചതിന്റെ എല്ലാ പണവും സമുദായം ഏറ്റെടുത്തു. തന്നെ പഠിപ്പിച്ച അധ്യാപകന്മാർക്ക് താൻ ഒരു രൂപ ശമ്പളം കൊടുത്തിട്ടില്ല. തന്നെ പഠിപ്പിച്ച സ്ഥാപനത്തിന് താൻ ഒരു രൂപ നൽകിയിട്ടില്ല. തന്നെ പഠിപ്പിക്കാൻ സമുദായം കഷ്ടപ്പെട്ടതിന് താൻ ഒന്നും ചെലവായി തിരിച്ചു കൊടുത്തിട്ടില്ല. എല്ലാം പഠിച്ചതിന് ശേഷം നീ ഇംഗ്ലീഷ് പഠിച്ചു, നീ അറബി പഠിച്ചു, നീ എല്ലാം പഠിച്ചു. ഇപ്പോൾ സ്വന്തം സമുദായത്തെയും തന്നെ പഠിപ്പിച്ച സ്ഥാപനത്തെയും പഠിപ്പിച്ച അധ്യാപകരെയും കൊഞ്ഞനം കുത്തുന്ന ആധുനിക നിരീശ്വരവാദികൾ ചിന്തിക്കണം. നീ വായു നിർത്തിയത് റബ്ബിന്റെ കഴിവുകൊണ്ട് മാത്രമാണ്. നിന്റെ ഹൃദയം തുറക്കാത്തത് കൊണ്ടാണടാ നിനക്ക് നിന്റെ റബ്ബിനെ കാണാൻ കഴിയാത്തത്. നീ അക്ഷരം പഠിച്ചില്ല, നീ അക്ഷരം മാത്രമാണ് പഠിച്ചത്. അക്ഷരവും ചരവും രണ്ടാണ്. അക്ഷരത്തിന് അക്ഷരമില്ല, അക്ഷരവുമല്ല. എല്ലാ വിദ്യയും അക്ഷരമല്ല. അക്ഷരം ക്ഷരം നാശം, അക്ഷരം നാശമില്ലാത്തത്. ചില വിജ്ഞാനങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങില്ല. അക്ഷരമാകണം. അക്ഷരം എന്ന പേരിൽ ക്ഷരം വീഴുങ്ങരുത്. മനസ്സിലായില്ലേ? പുതുമഴ പെയ്യുമ്പോൾ ജലോപരിതലത്തിലേക്ക് മുത്തുച്ചിപ്പി കയറി നിൽക്കും. ജലോപരിതലത്തിലേക്ക് മുത്തുച്ചിപ്പി ഇങ്ങനെ കയറി നിൽക്കും പുതുമഴ പെയ്യുമ്പോൾ. എന്നിട്ട് മഴത്തുള്ളി ഈ മുത്തായ തുടർന്ന് പിടിച്ചു നിൽക്കുന്ന മുത്തുച്ചിപ്പിയിലേക്ക് ആ മഴയുടെ ധനുസ്സിൽ നിന്ന് ഒരു ഘനഗംഭീരമായ തുള്ളി ലഭിക്കുന്നതോടുകൂടെ അതിന്റെ വായടയും പിന്നെ ആ മുത്തുച്ചിപ്പി തനിക്ക് കിട്ടിയ ഈ വെള്ളത്തുള്ളിയും കൊണ്ട് നേരെ കടലിനടിയിലുള്ള ചേറിൽ പോയി തപസ് ചെയ്യും. ഇങ്ങനെ കിടക്കും.
ചിലപ്പോൾ കൊല്ലങ്ങൾ കിടക്കും. മനസ്സിലായോ? ചിന്തിക്കണം. കൊല്ലങ്ങൾ കിടക്കുമ്പോൾ അത് പിന്നെ രത്നമായി മാറും. അത് അവർണ്ണനീയമായ, വർണ്ണിക്കാൻ കഴിയാത്ത മനോഹരമായ വൈഢൂര്യമാകും, മനോഹരമായ രത്നമാകും, മനോഹരമായ പച്ചക്കൊമേലകമാകും, മനോഹരമായ പുഷ്യരാഗമാകും. അപ്പോൾ എന്തു ചെയ്യും? ജലത്തിൽ കടലിൽ മുങ്ങി മുക്തി ചിപ്പി ചേടി ഇറങ്ങിയവൻ ചിപ്പിയിൽ നിന്ന് മുക്തെടുത്ത് ലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കും കോടികൾ വിലയുള്ള മുത്തുകൾ. എന്താണത്? വെള്ളത്തുള്ളി തന്നെ. അതേ സമയത്ത് പുതുമഴ പെയ്യുമ്പോൾ മൂർഖൻ പാമ്പ് അതിന്റെ മാളത്തിന്റെ പുകൾ ഭാഗത്തേക്ക് വന്നിങ്ങനെ വായും പിളഞ്ഞു നിൽക്കും. അതിന് കിട്ടിയ ഒരു തുള്ളി വെള്ളം കൊണ്ട് അത് നേരെ മാളത്തിനടിയിൽ പോയി തപസ് ചെയ്യും. അതെന്തായി മാറും? അത് വിഷസഞ്ചി നിറഞ്ഞ വിഷമായി മാറും. രണ്ടും ഒന്നാ, രണ്ടു വെള്ളത്തുള്ളിയാ. ഒരാൾക്ക് ലഭിച്ചപ്പോൾ അത് മുത്തായി മാറി, ഒരാൾക്ക് ലഭിച്ചപ്പോൾ മനുഷ്യരാശിക്ക് ഭീഷണിയായ പാമ്പിന്റെ വിഷമായി മാറി. സാധനത്തിന്റെ കുഴപ്പമില്ല, ആരുടെ വായിലേക്കാണ് കിട്ടിയത് അതിന്റെ കുഴപ്പം അല്ലേ? പറ, നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? സാധനം എന്താ? അത് വെള്ളത്തുള്ളിയാണ്. നിന്നെയൊക്കെ പഠിപ്പിക്കാൻ ഈ സമുദായം അനുഭവിച്ച കഷ്ടപ്പാട് എത്രയാ? നിന്റെ അധ്യാപകർ എടുത്ത അധ്വാനം എത്രയാ? ആ സ്ഥാപനം നിനക്ക് വേണ്ടി ചെയ്ത സേവനം എത്രയാ? ഇപ്പോൾ നീ അല്ലാഹുവിനെ ചീത്ത പറയാ. എന്തേ നീ അക്ഷരമാണ് വിഴുങ്ങിയത്, അക്ഷരമല്ല. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന്നു നാശമുള്ള, നാശമുള്ളതുള്ളതല്ല, ഉള്ളതെല്ലാം ഉള്ളതല്ല. എല്ലാം ഉള്ളതുള്ളതല്ല, ഉള്ളതിന് നാശം ഉണ്ടാവില്ല. ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന്നു നാശമില്ല, നാശമുള്ളതുള്ളതല്ല, ഉള്ളതെല്ലാം ഉള്ളതല്ല. അങ്ങനെയുണ്ടോ? ഉള്ളതൊന്നും ഉള്ളതല്ല, ഉള്ളതിന് നാശമില്ല, ഉള്ളതിന് നാശം ഉണ്ടാവില്ല. അക്ഷരം അക്ഷരമാണ്. അതിനെന്ത് കിട്ടണം? അത് മുത്തുച്ചിപ്പി കിട്ടണം, അപ്പോൾ അക്ഷരമാണ്. അത് പാമ്പിന് കിട്ടിയാൽ അക്ഷരമാണ്, അത് വിഷമാണ്. നിങ്ങൾ എന്റെ കൂടെ ഇല്ലേ? പറഞ്ഞ് മനസ്സിലായ ചിന്തിക്ക്. അള്ളാഹനെ തിരിഞ്ഞിട്ടില്ല എത്രേ? അള്ളാഹനെ തിരിഞ്ഞിട്ടില്ല എത്രേ? തിരിയടോ, തിരിയും, ഒരു ദിവസം തിരിയും. അക്രമികൾ രണ്ട് കൈയും കടിക്കും. يقول يا ليتني اتخذت مع الرسول سبيلا يا ويلتى ليتني لم اتخذ فلانا خليلا لقد أضلني عن الذكر بعد إذ جاءني وكان الشيطان للإنسان خذولا يوم يعض الظالم على يديه. അക്രമി രണ്ട് കൈകളും കൊണ്ട് ആ ദിവസം കൂട്ടിക്കടിക്കും. യഖൂലു പറഞ്ഞുകൊണ്ട് യാ ലൈതനി തഖദതു മഅ റസൂലി സബീല, എനിക്ക് റസൂലിന്റെ മാർഗത്തിൽ തന്നെ പിടിച്ചുകൂടാമായിരുന്നല്ലോ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. യാ വൈലത, എനിക്ക് സംഭവിച്ചു പോയ നാശമേ. ലൈതനി ലം അത്തഖദു ഫുലാനൻ ഖലീല, എനിക്ക് അയാളെ പരിചയപ്പെടേണ്ടിയിരുന്നില്ല. നിന്നെ പഠിപ്പിച്ചതും ഒരാളായിരിക്കും. നിന്നെ ഒരാൾ ചൂണ്ടയിട്ട് പിടിച്ചതായിരിക്കും. അയാളെ കാണേണ്ടതിരുന്നില്ല. അയാളെ ചിലപ്പോൾ നീ ബാംഗ്ലൂരിൽ വെച്ച് കണ്ടു, അല്ലെങ്കിൽ എറണാകുളത്ത് വെച്ച് കണ്ടു, അല്ലെങ്കിൽ ഒരു ട്രെയിൻ യാത്രയിൽ ഒരു നിരീശ്വരവാദിയെ കണ്ടുമുട്ടി. അയാൾ നിനക്ക് പലതും കിട്ടിയിട്ടുണ്ടോ? എന്തുകൊണ്ട്? അള്ളാഹുവിനെതിരായി എന്തും കൊടുക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് കൊടുക്കും. സൃഷ്ടാവായ നാഥനെതിരെ പറഞ്ഞവൻ എന്തു കൊടുക്കുന്ന ലോകമാണിത്. അപ്പോൾ എന്തു കിട്ടും? പിന്നെ അതിലില്ലാതെ രമിക്കാം, സുഖിക്കാം. അതിലില്ലല്ലോ. അതിലില്ലാതെ രസിക്കാം, രമിക്കാം, സുഖിക്കാം, ഭുജിക്കാം. എവിടെയും തേരോടാം, എങ്ങനെയും ജീവിക്കാം. അങ്ങനെയാ. ഒരു വിശ്വാസിക്ക് എന്തും കാണാൻ പറ്റില്ല, എന്തും കേൾക്കാൻ പറ്റില്ല, എന്തും അനുഭവിക്കാൻ പറ്റില്ല. ആരോ തന്റെ ജീവിതത്തിൽ നിന്നോട് അങ്ങനെ അക്രമം ചെയ്തിട്ടുണ്ടെങ്കിൽ, ആരോ നിന്നോട് ആഭാസം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മതം എന്തുത്തരവാദി? അത് ആ മനുഷ്യന്റെ നികൃഷ്ട മനസ്സല്ലേ? മതം നന്മയല്ലാതെ എന്താണ് കുഞ്ഞു മോനെ ലോകത്ത് ചെയ്തത്? മതം നന്മയായി നിന്റെ മനസ്സിലേക്ക് പെയ്തിരുന്നുവെങ്കിൽ നീ ഒരിക്കലും ഈ വാക്ക് പറയുമായിരുന്നില്ല. അക്രമികൾ രണ്ട് കൈയിനെ കടിക്കും. ആരാ അക്രമി? സ്വന്തം സ്രഷ്ടാവിനെ തിരിച്ചറിയാത്തവനേക്കാൾ വലിയ അക്രമി ആരാണ്? മനസ്സറിഞ്ഞു പറ, അല്ലാതെ ആരടാ അക്രമി?
സ്വന്തം സർവേശ്വരനായ തമ്പുരാനെ തിരിച്ചറിയാത്തവനേക്കാൾ വലിയ അക്രമി ആര്? ആരടോ അക്രമി? ആര്? പള്ളിയിൽ ബാങ്ക് കൊടുത്തില്ല. ഒരു പ്രഭാതത്തിൽ പള്ളിയിൽ സുബഹിക്ക് ബാങ്ക് കൊടുത്തില്ല. അപ്പോൾ തൊട്ടടുത്ത് താമസിക്കുന്ന കൃഷ്ണൻ കമ്മിറ്റിയുടെ ആളെ പോയി കണ്ടു. എനിക്കറിയുന്ന സംഭവം. കൃഷ്ണൻ ഒരു സാങ്കല്പിക പേരാണ് ഈ സംഭവം. ഇത് സംഭവം പറയാം. പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന കൃഷ്ണൻ പള്ളിയുടെ പ്രസിഡന്റ് ഉത്തരവാദിത്തപ്പെട്ട ആളുകളെ പോയി കണ്ടു. സുബഹിക്ക് ഇവിടെ അതിരാവിലത്തെ ബാങ്ക് ചില രാത്രികൾ ഇവിടെ നേരം വെളുപ്പാങ്കാലത്ത് ഇവിടെ കൊടുക്കാറില്ല, അതിന് പരിഹാരം ഉണ്ടാക്കണം. ആര് പോയി പറഞ്ഞു? കൃഷ്ണൻ ഒരു സാങ്കല്പിക പേരാണ്, ഒരു ഹിന്ദു. മനസ്സിലായില്ലേ? ചിന്തിക്കണം. ഇയാൾ ഇന്നും മരിക്കാത്ത ഒരാളാണ്, അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ഒരു സാങ്കല്പിക പേരാണ്. മനസ്സിലായോ? പോയി പറഞ്ഞു. കമ്മിറ്റി പരിഹാരം ഉണ്ടാക്കി. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? എന്താ കൃഷ്ണൻ ഇത്ര വേണ്ടത്? കൃഷ്ണന് എന്നാ സ്വരഭംഗി കേൾക്കുമ്പോൾ ഒരു സന്തോഷം. അയാൾ മുസ്ലിം ഒന്നുമല്ല, പക്ഷെ ആ സ്വരഭംഗി അയാളെ വല്ലാതെ ആകർഷിച്ചു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അത് അയാൾക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല. അയാളുടെ മനസ്സിന്റെ ആ ദർവാസ തുറന്നു വെച്ചിട്ടുണ്ട്. ആ പദ സൗന്ദര്യം ആസ്വദിക്കാതിരിക്കാൻ കഴിയില്ല കൃഷ്ണൻ. എന്ത് അത് ആസ്വദിക്കാൻ മുസ്ലിമായിക്കോളൊന്നുമില്ല. മുസ്ലിമായിട്ട് ആസ്വദിക്കാൻ കഴിഞ്ഞോളൊന്നുമില്ല. നീ മുസ്ലിം നാമധാരിയ, ഇന്നലെ വരെ മുസ്ലിമാ, പക്ഷേ നിനക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ റബ്ബിൽ നഗരൂല. റബ്ബാരാണ്? സ്നേഹിയല്ലാണ്. ആരാണ് റബ്ബ്? അല്ലേ? സത്യം പറഞ്ഞു പറ. റബ്ബ് സ്നേഹിയല്ലാണ്. ആരാ റബ്ബ്? അവനേറെ സ്നേഹിയാണ്. വഞ്ചിതരാകണ്ട യുവതി യുവാക്കളെ, വഞ്ചിതരാകണ്ട. നിന്നെ പടച്ചിട്ടില്ല. നിന്നെ പോലെ ഒരാളെ പടക്കുന്ന ഒരു ഓഫീസോ ഫാക്ടറിയോ നീ ജനിച്ച് ഇതുവരെ കണ്ടിട്ടുമില്ല. പിന്നെ പടച്ചതാരാ? ഒരു പനാസോണിക്കിന്റെ ഒരു ട്രാൻസിസ്റ്റർ വാങ്ങിയാല്, ഒരു റേഡിയോ വാങ്ങിയാല് എല്ലാത്തിനും ഒരു മുഖമാണ്. നിങ്ങളെ പട്ടാളുകൾ റേഡിയോ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. എന്റെ റേഡിയോ കൊണ്ടുവന്ന് വെച്ചു. കൊല്ലം വാങ്ങിയല്ല, ഏതാ അറിയില്ല. എന്ത് ലോകത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് ഉണ്ടാക്കിയത്, പക്ഷേ വേറെ മുഖം കൊടുക്കാൻ കഴിയില്ല. അങ്ങനെ തന്നെയല്ലേ? എല്ലാവർക്കും ഓരോ മുഖച്ഛായ നൽകി ഖലാക്കിനെ വെല്ലാൻ അരുണ്ട് ശില്പി. ഒരു കവിതയാ. മനസ്സിലായില്ല? എല്ലാവർക്കും ഓരോ മുഖച്ഛായ നൽകി ഖലാക്കിനെ വെല്ലാൻ അരുണ്ട് ശില്പി. അവന് വെല്ലാൻ കഴിയില്ല. മനസ്സിലായോ? നിങ്ങൾക്കൊരു മുഖം, നിങ്ങൾ പോലത്തെ മുകളിലുള്ള ഒരാൾ ആരാണുള്ളത്? ഈ ഭൂമി എത്ര ജനം കടന്നുപോയി. നിങ്ങളാണ്, ഞാനാണ്. ഇതെന്തൊരു കഴിവാ! മനസ്സിലാണ്ട് പറഞ്ഞത്. നിങ്ങളെ നടത്തം വേറെ, എൻ്റെ നടത്തം വേറെ. നിങ്ങൾ അമേരിക്കയിൽ വാഷിങ്ടണിൽ പോയി ഫ്ലൈറ്റ് ഇറങ്ങി സങ്കല്പിക്കുക. നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളിങ്ങനെ എന്താണ് നിങ്ങൾ ഒരു കർത്തൻ്റെ ബാക്കിലൂടെ നിങ്ങളിങ്ങനെ നോക്കി കണ്ടപ്പം ഞാൻ ഇങ്ങനെ നടക്കുന്നുണ്ടോ? അപ്പം നിങ്ങൾ എൻ്റെ മുഖം കണ്ടിട്ടില്ല. അപ്പോൾ നിങ്ങളെ തൊട്ടടുത്ത കൂട്ടുകാരുണ്ട്. ഉസ്താദ് വന്നു എന്നാണല്ലോ തോന്നുന്നത്. ഉസ്താദ് ഇവിടെ ഉണ്ട്. ഞാൻ ഉസ്താദിൻ്റെ എന്നെപ്പോലത്തെ ഒരാൾ നടക്കുന്നുണ്ടോ? എന്നെപ്പോലെ ഒരാൾ അമേരിക്കയിൽ നടക്കൂല, നിങ്ങളെപ്പോലെ ഒരാൾ ബ്രിട്ടനിൽ നടക്കൂല. അല്ലേ? സത്യല്ലേ? ചിലർ നടത്തം കണ്ട തിരിച്ചറിയും ഇന്നാളാണ്. നിങ്ങളുടെ നടത്തം വേറെ, എൻ്റെ നടത്തം വേറെ. അല്ലേ? പറ. നിങ്ങളുടെ രീതി വേറെ, എൻ്റെ രീതി വേറെ. അല്ലേ? എന്താണോ ഇതൊക്കെ? വെറുതെ ഉണ്ടായിരുന്നോ? മനസ്സിലായാലും ചിന്തിക്കണം. ഇതൊക്കെ വേറെ വിചാരിച്ച് മനസ്സിലായല്ലോ? ചിന്തിക്കണം. ഐസക് ന്യൂട്ടന്റെ എന്താ പറയുക, സർ ഐസക് ന്യൂട്ടന്റെ മേശപ്പുറത്ത് ഒരു ഗ്ലോബ് വെച്ചിരുന്നു. അയാൾ മതവിശ്വാസിയാണ്. അപ്പോൾ നിരീശ്വരവാദിയായ കൂട്ടുകാരൻ വന്നിട്ട് ഐസക് ന്യൂട്ടനോട് ചോദിച്ചു, ഇത് ആരുണ്ടാക്കിയതാ? ഏത് കമ്പനിയിൽ നിന്ന് വാങ്ങിയതാ? അപ്പോൾ ന്യൂട്ടൻ പറഞ്ഞു, ഇത് വെറുതെ ഉണ്ടായതാണ്. അപ്പോൾ അയാൾ ചോദിച്ചു, നിങ്ങൾ എന്നെ കളിയാക്കണം? അല്ല, ഞാൻ എങ്ങനെ തന്നെ കളിയാക്കും? ഈ പ്രപഞ്ച ഘടകങ്ങളെല്ലാം വെറുതെ ഉണ്ടായതാണല്ലേ ഈ പറയുന്നത്. ഇത് മുഴുവൻ വെറുതെ ഉണ്ടായിട്ട് പിന്നെ ഇത് മാത്രം വെറുതെ ഉണ്ടാകാതിരിക്കണം. എങ്ങനെ? അത്രയൊന്നും ബുദ്ധിമുട്ടില്ല ഇത് വെറുതെ ഉണ്ടാകാൻ.
മനസ്സിലായോ? മനസ്സിലായില്ലേ? വളരെ ചിന്തിക്ക്. എല്ലാവർക്കും ഓരോ മുഖച്ഛായ നൽകി ഖല്ലാഖിനെ വെല്ലാൻ ആരുണ്ട് ശില്പി? അറിവ് എന്നാൽ അറിവാണ്, അറിവുറവയാണ്. ഇങ്ങോട്ട് ഇറങ്ങണം. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. ചിന്തിക്ക്. സ്നേഹിയായ റബ്ബിനെ കണ്ടെത്തുക. അവൻ തീർച്ചയായും സ്നേഹിയ. അവൻ ഏറെ സ്നേഹിയാണ്. നീ റബ്ബിനെ എതിരി പറയുമ്പോഴും റബ്ബ് നിനക്ക് വേണ്ടി അനുഗ്രഹം ചെയ്യുകയാണ്. പുണ്യ റസൂൽ പറഞ്ഞു, അള്ളാഹു തന്റെ അടിമ അള്ളാഹുവിനെ ആക്ഷേപിക്കുന്നു, അപ്പോഴും അള്ളാഹു അടിമക്ക് അനുഗ്രഹം ചെയ്തുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ലേ? അങ്ങനെ തന്നെ എല്ലാം. അപ്പോൾ ചിന്തിക്കണം. അവനേറെ സ്നേഹിയാണ്. അവനേറെ സ്നേഹിയാണ്. അവനേറെ പൊറുക്കുന്നവനാണ്. അവനേറെ സ്നേഹിയാണ്. അവനെ കണ്ടെത്താൻ നമുക്ക് കഴിയണം. അവൻ നമുക്ക് അവൻ കണ്ട നാടിയേക്കാൾ അടുത്തുണ്ട്. ഇനി നമ്മൾ അടുത്താൽ മതി. അവൻ അടുത്തിട്ടുണ്ട്. ഡയമണ്ട് വാലിയിൽ കാലി തൊട്ടിട്ടുണ്ട്. ഇനി ഡയമണ്ടിനൊന്നും ചെയ്യാനില്ല, നിനക്കാണ് ചെയ്യാനുള്ളത്. ഒന്നാമതായി നീ അറിയണം, നീ ഇപ്പോൾ നിൽക്കുന്നത് ഡയമണ്ട് വാലിയിലാണ്. ആ തിരിച്ചറിവ് നിനക്കുണ്ടാവണം. ഇതാണ് പ്രാർത്ഥന. മനസ്സിലായോ? അള്ളാഹ് ഒന്നും ചെയ്യാനില്ല. നീ അള്ളാഹുവിനോട് അടുത്തിട്ടുണ്ട് എന്ന് നീ മനസ്സിലാക്കിയാൽ മതിയാവും. അള്ളാഹു നിന്നോട് അടുത്ത് തന്നെയാണുള്ളത്. മനസ്സിലായോ? അടിമ അന്വേഷിക്കുന്നുവെങ്കിൽ ഞാൻ തൊട്ടടുത്തുണ്ട്. എന്താ പറഞ്ഞത്? അടിമ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തൊട്ടടുത്തുണ്ട്. ഇല്ലെങ്കിലോ? അവൻ എന്നെ അന്വേഷിക്കുന്നെങ്കിൽ തൊട്ടടുത്തുണ്ട്. അവൻ എന്നെ അന്വേഷിക്കുന്നില്ലെങ്കിൽ ഞാൻ തൊട്ടടുത്തുണ്ടെന്ന് അനുഭവിക്കാൻ അവന് കഴിയില്ല. അപ്പോൾ അവൻ ദൂരെയായിരിക്കും. ഞാനിപ്പോഴും തൊട്ടടുത്തുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എനിക്കൊന്നും ചെയ്യാനില്ല, ഞാൻ തൊട്ടടുത്തുണ്ട്. പക്ഷെ അവൻ എന്നെ അവൻ എന്നെ അന്വേഷിക്കണം. വളരെ ചിന്തിക്കണം. ഒരു പ്രശ്നം പരിഹരിക്കാനില്ല നമുക്കല്ലാതെ. ഡോക്ടർക്ക് രോഗം മാറ്റാൻ കഴിയില്ല നിന്റെ മനസ്സിനല്ലാതെ. ചികിത്സാരിക്ക് സിഹ്ർ ബാത്തിലാക്കാൻ കഴിയില്ല നിന്റെ മനസ്സിനല്ലാതെ. പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല നിന്റെ മനസ്സിനല്ലാതെ. എല്ലാം നിന്റെ മനസ്സാ. ഞാൻ തൊട്ടടുത്തുണ്ട്. അവനാരാ? അവൻ സ്നേഹി. ഞാൻ അവസാനിപ്പിക്കുന്നു. അവൻ ഏറെ പൊറുക്കുന്നവനാണ്. അവൻ ഏറെ സ്നേഹിയാണ്. يا حي يا قيوم يا من كلما ناداه مضطر أجاب دعاه أنت الجليل الفرد والصمد الذي يعطي الذي يدعوه كل مناه يا ربنا يا ربنا يا ربنا يا ربنا يا ربي يا رباه. അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. അല്ലാഹു നമ്മെ നല്ലവരിൽ പെടുത്തട്ടെ. ഇത് സംബന്ധമായ ചില വിഷയങ്ങൾ അടുത്ത ക്ലാസ്സിൽ പറയാം. അൽ ഫാത്തിഹ.